ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ടുഡേയ്സ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ട്രാവലിംഗ് ബാക്ക് ടു UAE. ഞാൻ ഡെലിവറിക്ക് വേണ്ടി 7th മന്തിലായിരുന്നു നാട്ടിൽ വന്നത്. ഇപ്പം നിതാന് 6 months ആയിട്ടോ. ഇനി നമ്മൾ തിരിച്ച് UAEയിലേക്ക് പോവാണ്. ആൻഡ് നിതാൻ്റെ ചോറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ചോറിനൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് അറ്റ് ഓൾ എക്സൈറ്റഡ്. ഹാപ്പിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ്, പക്ഷേ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് ഒക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കൊണ്ടുപോകാനുണ്ട് ഗൈസ്. എനിക്ക് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വാങ്ങിയിട്ടുണ്ട് നമുക്ക് റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് എല്ലാം ഒരു ദിവസം ചെയ്തതല്ല കേട്ടോ, കുറേശ്ശായിട്ട് കുറേ ദിവസം കൊണ്ട് ചെയ്തതാണ്. കാരണം മോനുണ്ടാകുന്ന സമയത്ത്, ഓൻ ഉറങ്ങുന്ന സമയത്തല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ആൻഡ് എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എക്സൈറ്റഡ് ആയിരുന്നില്ല ഗൈസ്. ഞാൻ ഒട്ടും ഹാപ്പിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. കാരണം ഒരു എന്താ പറയണ്ടേ, ഏട്ടനായിട്ട് റീയൂണൈറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് അല്ലേ, നമ്മൾ കുറേ നാളായാലും ഒരുമിച്ചില്ലാത്ത. സോ അത് ഭയങ്കര ഹാപ്പിയാണ്. നിത്താൻ്റെ ഡാഡിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നാട്ടിൽ ഞാൻ ഇത്രയും നാളെ നിന്നിട്ട് തിരിച്ചു പോകുന്നത് ഭയങ്കര വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു മിക്സ്ഡ് ഇമോഷനായിരുന്നു. ലൈക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം. മോർ ദൻ ദാറ്റ്, നിതാൻ നാട്ടിലെല്ലാവരും ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പം അവനെ അവിടെ എല്ലായിടത്തും ഇങ്ങനെ പറിച്ച് കൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് നടാൻ പോകുന്ന ഒരു ഇതല്ലേ. അപ്പം അതിൻ്റേതായ ഒരു ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നിതാൻ എല്ലാവരും മിസ് ചെയ്യുമോ, അവൻ്റെ ഫീലിങ്സ് എന്തായിരിക്കും, അങ്ങനെ അവൻ്റെ ഫീലിങ്സ് ആലോചിച്ചിട്ടായിരുന്നു കൂടുതൽ എനിക്ക് വിഷമം ഉണ്ടായത്. അത് മാത്രമല്ല, നിതാനെയും കൊണ്ട് ഫ്ലൈറ്റിൽ പോകുന്നതിൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടായിരുന്നത്. കാരണം ഇവന് ചെവി വേദന എടുക്കുമോ, ഇവൻ കരയുമോ, അങ്ങനത്തെ ഒരുപാട് ടെൻഷൻ. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഇതല്ല എനിക്ക്. കുറേ ടെൻഷൻ, കുറേ സങ്കടം, അങ്ങനെ കുറേ സംഭവങ്ങളായിട്ടാണ് ഞാൻ പോകുന്നത്. ആസ് യൂഷ്വൽ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്ന കുറേ ഡ്രസ്സുകൾ, മോൻ്റെ കുറേ കാര്യങ്ങൾ, ഡ്രസ്സുകൾ, അതുപോലെ തന്നെ പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ പരിപാടികളും. പിന്നെ ഇപ്രാവശ്യം എക്സ്ട്രാ എന്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ റാഗി കൊണ്ടുപോകുന്നുണ്ട്. മോൻ നമ്മളിപ്പോൾ കുറുക്ക് കൊടുക്കാൻ തുടങ്ങിയല്ലോ. പിന്നെ അതേപോലെ തന്നെ പനക്കൽക്കണ്ടം, അതൊക്കെ അതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ച് അച്ഛനിങ്ങനെ പാക്കൊക്കെ ആക്കി തന്നു. പിന്നെ ഞാനൊരു 7:30 ആയപ്പോഴൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നിതാൻ അച്ഛനൊരു ഭയങ്കര അറ്റാച്ച്ഡാണ്, മുത്തശ്ശിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. എല്ലാവരും അതെ. അപ്പുറത്തെ വീട്ടിൽ വല്യമ്മ, ഏച്ചി, മേമി, പിന്നെ സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റിയോന്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിതാൻ എല്ലാവരെയും മിസ് ചെയ്യും. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഡാണല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മക്കൾ വളരുന്നത് ലൈക്ക് പാരൻസിൻ്റെ കൂടെയാണ്. ഗ്രാൻഡ് പാരൻസ് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ അവർക്ക് അവരച്ഛനായിട്ടും അമ്മയായിട്ടും കൂടുതൽ ബോണ്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്തായാലും അവർ ഒരുമിച്ച് തന്നെ വളരുന്നതായിരിക്കും ബെറ്റർ. മാത്രമല്ല, ഇപ്പോൾ നിതാനിച്ച് 6 months ആയതുകൊണ്ട് തന്നെ അവനിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒത്തിരി ഒന്നും മനസ്സിലാവാനുള്ള ഒരു പ്രായമായിട്ടില്ല. ലൈക്ക് അവനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റി ഇവിടെ കൊണ്ടുവന്നാലും ഈ ഒരു ലൈഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലൊരു വിശ്വാസത്തിലാണ് കേസ് ഞാൻ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇതാ പോകുന്നത്. എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നെങ്കിലും ആരൊക്കെ കരഞ്ഞാലും ഞാൻ കരയൂല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആൻഡ് ഞാൻ കരഞ്ഞിട്ടില്ല കേട്ടോ. എയർപോർട്ടിൽ അച്ഛനും അനിയത്തിയും നിഖിലാപ്പനും അതേപോലെ തന്നെ അമ്മ എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. കാരണം ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഷിഫ്റ്റ് ഞങ്ങൾക്ക് രണ്ടാക്കും ചിലപ്പോൾ ഒറ്റയ്ക്ക് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അമ്മ ഉണ്ടാകുമ്പോൾ ഞാൻ ഒന്ന് സെറ്റിലാവുന്ന വരെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അമ്മയും നാട്ടിലേക്ക് തിരിച്ചു വരും. ആൻഡ് ഐ തിങ്ക് അതായിരിക്കും ഞാൻ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ വരുന്നൊരു ടഫ് ഫേസ് എന്ന് പറയുന്നത്, അമ്മയില്ലാത്ത ഒരിത്. കാരണം മോനുള്ളപ്പോൾ തൊട്ട് അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത്. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, ഈ ഔട്ട്ഫിറ്റ് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയാണ്. ഈ ടീഷർട്ട് പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയൊരു ജീൻസാണ് ഞാൻ ഇന്ന് പോകുമ്പോൾ ഇടുന്നത്. നിതാൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഞാൻ ഭയങ്കര ടെൻസ്ഡാണ്. പക്ഷേ വിശപ്പ് വന്നപ്പം പിന്നെ ഒന്നും നോക്കിയില്ല കേസ്. അപ്പുറത്ത് പോയിട്ടൊരു ചിക്കൻ സാൻഡ്വിച്ചും ഒരു വെജ് സാൻഡ്വിച്ചും, അമ്മ വെജ് കഴിച്ചു, ഞാൻ ചിക്കൻ കഴിച്ചു. ഫൈനലി ബോർഡിങ് ടൈം ആയി. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഈസ് ദാറ്റ് നിതാൻ കയറിയപ്പോൾ തന്നെ ഉറക്കമായിരുന്നു. ദൈവം സഹായിച്ച് എൻ്റെ പകുതിയിലധികം അല്ല, എൻ്റെ ഫുൾ ടെൻഷൻ അപ്പം തന്നെ പോയി കിട്ടി. കാരണം ഹോൾ ഫ്ലൈറ്റ് നിതാൻ വാസ് ആക്ച്വലി സ്ലീപ്പിംഗ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചെവി വേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവനൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഫസ്റ്റ് ഫ്ലൈറ്റ് മോനൊന്നും അറിഞ്ഞില്ല, അതാണ് സംഭവം. ആൻഡ് ലാൻഡ് ചെയ്തതിന് ശേഷമാണ് മോന് അറിയുന്നത് തന്നെ. സോ ആ ഒരു എന്താ പറയുക, വലിയൊരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം നിതാൻ എണീച്ചപ്പം ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം നല്ലൊരു ഡീപ്പ് സ്ലീപ്പും കിട്ടി. അവനൊന്നും അറിഞ്ഞിട്ടില്ല. എണീച്ചപ്പോൾ ഇതാ വേറെ ഏതോ ഒരു സ്ഥലത്ത്. അപ്പോൾ അമ്മമ്മേൻ്റെ കൂടെ ഭയങ്കര കളിയും ചിരിയായിരുന്നു ലാസ്റ്റ് മൊമെൻറ്റ് ഫ്ലൈറ്റിൽ. അങ്ങനെ ഗൈസ്, നമ്മൾ ഏകദേശം 1 വർഷത്തിന് ശേഷം ഇതാ ദുബായിലെത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ദുബായ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.
ആൻഡ് ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ ഡാഡനെ മീറ്റ് ചെയ്യാൻ പോകണം. ഡാഡനെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറിയാം ഉറപ്പായിട്ടും നിതാൻ കാര്യമാണ്. ബിക്കോസ് നിതാന് ഭയങ്കര സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഉണ്ട്. ഇറ്റ്സ് കോമൺ ഐ തിങ്ക് ഈ കുട്ടികളിൽ. അപ്പം അതൊക്കെ പയ്യെ മാറ്റണം. നമ്മൾ വരുന്ന കാര്യത്തിൽ ഏറ്റവും എക്സൈറ്റഡും ഹാപ്പിയും ആയിട്ടാണ്. കാരണം ചോറൂണിന് വന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കായിട്ടും നിതാനൊന്ന് മെരുക്കിയെടുത്തതാണ്. പക്ഷെ പെട്ടെന്ന് പോരേണ്ടി വന്നുകൊണ്ട് ഏട്ടൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇപ്പോൾ റീയൂണൈറ്റ് ചെയ്തപ്പോൾ ഏട്ടൻ ഭയങ്കര എക്സൈറ്റഡും ഹാപ്പി ആയിരുന്നു. ഞാൻ ഹാപ്പിയാണ്, ബട്ട് സ്റ്റിൽ മനസ്സിൽ എവിടെയൊക്കെ കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ബാക്ക് ടു നമ്മളെ വൈബിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ. നിതാൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്, ആക്ച്വലി ഇറ്റ് വാസ് എ സ്മൂത്ത് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആൻഡ് അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയ ഡേറ്റ് കാണാൻ. ടിൽ ദെൻ ദിസ് ഈസ് മീ ശ്രുതി മേത്തൻ ആൻഡ് നിതാൻ സൈനിങ് ഓഫ് ഫ്രം മച്ചു സ്റ്റോക്കീസ്. ബൈ ബൈ.